നമസ്കാരം. സിനിമാ സീരിയൽ നടൻ ദിലീപ് ശങ്കറിന്റെ വിയോഗം വിശ്വസിക്കാനാകാതെ പ്രിയപ്പെട്ടവർ. ദിലീപിന്റെ മരണവാർത്തയറിഞ്ഞ ഞെട്ടലിലാണ് നടി സീമാജി നായരും. 5 ദിവസം മുൻപേ തന്നെ വിളിച്ചതല്ലേ നീ, അന്ന് തലവേദനയായി കിടന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഒരു പത്രപ്രവർത്തകൻ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഇക്കാര്യം അറിയുന്നത്. എന്താണ് ദിലീപ് നിനക്ക് പറ്റിയത്, എന്ത് എഴുതണമെന്ന് അറിയില്ല, ആദരാഞ്ജലികൾ എന്നിങ്ങനെയായിരുന്നു സീമാജി നായരുടെ വാക്കുകൾ. തിരുവനന്തപുരത്ത് ഹോട്ടൽ മുറിയിൽ നിന്നുമാണ് ദിലീപ് ശങ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കം ഉണ്ടെന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നത്. പഞ്ചാഗ്നി എന്ന സീരിയലിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ദിലീപ് ശങ്കർ ആയിരുന്നു. മരണകാരണം വ്യക്തമായിട്ടില്ല. 4 ദിവസം മുൻപാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറിയെടുത്തത്. കരൾ രോഗത്തിനുള്ള മരുന്ന് മുറിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2 ദിവസമായി അദ്ദേഹം മുറി വിട്ട് പുറത്തേക്കൊന്നും പോയിരുന്നില്ല എന്നാണ് ലഭിച്ച വിവരം. മുറിയിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്ന് നോക്കിയപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദിലീപ് ശങ്കറിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സീരിയലിന്റെ സംവിധായകൻ മനോജ് പറയുകയും ചെയ്തു. കരൾ സംബന്ധമായ അസുഖത്തിന് അദ്ദേഹം ചികിത്സ തേടിയിരുന്നു. രോഗത്തെക്കുറിച്ച് അദ്ദേഹം കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല എന്നും സംവിധായകൻ പറഞ്ഞു. ഫോൺ വിളിച്ചാൽ എടുക്കാതിരിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്നും സംവിധായകൻ പറയുകയാണ്. അദ്ദേഹത്തെ കാണാത്തതിനെ തുടർന്ന് പ്രൊഡക്ഷൻ മാനേജർ ഫോണിൽ വിളിച്ചിരുന്നു. തുടരെ വിളിച്ചിട്ടും അദ്ദേഹം ഫോൺ എടുത്തിരുന്നില്ല. ഇതേ തുടർന്ന് പ്രൊഡക്ഷൻ ടീമിലുള്ളവർ ഹോട്ടലിൽ നേരിട്ട് എത്തുകയായിരുന്നു. ഹോട്ടൽ അധികൃതർ നടത്തിയ പരിശോധനയിൽ മരിച്ച നിലയിൽ ദിലീപ് ശങ്കറിനെ കണ്ടെത്തുകയായിരുന്നു. മരണത്തിൽ ദുരൂഹതയുള്ളതായി തോന്നുന്നില്ല എന്നും മനോജും പറഞ്ഞു. അതുപോലെ തന്നെ പോലീസും പറയുന്നത് ദുരൂഹതയില്ല എന്നാണ്. ദിലീപ് ശങ്കർ എല്ലാ ദിവസവും റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ വരുമായിരുന്നുവെന്ന ഹോട്ടൽ ജീവനക്കാരനും പ്രതികരിച്ചിട്ടുണ്ട്. 2 ദിവസമായി കണ്ടിരുന്നില്ല. സീരിയലുമായി ബന്ധപ്പെട്ട പുറത്താണെന്നാണ് കരുതിയത്. സംശയമൊന്നും തോന്നിയതുമില്ല. ദുർഗന്ധമുണ്ടായതോടെയാണ് പരിശോധിച്ചതെന്നും ജീവനക്കാരൻ പറയുകയായിരുന്നു. നിരവധി സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും പ്രേക്ഷക ശ്രദ്ധ നേടിയ നടനാണ് ദിലീപ് ശങ്കർ. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത അമ്മയറിയാതെ എന്ന പരമ്പരയിൽ ശക്തമായ വേഷം ചെയ്തിട്ടുണ്ട്. സൂര്യ TV-യിൽ സംപ്രേഷണം ചെയ്യുന്ന സുന്ദരിയിലും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരമായിരുന്നു ദിലീപ് ശങ്കർ. മദ്യപാനമടക്കമുള്ള തൻ്റെ എല്ലാ ദുശീലങ്ങളും താൻ ഒഴിവാക്കിയതിനെക്കുറിച്ച് മുൻപൊരിക്കൽ ദിലീപ് പറഞ്ഞിരുന്നു. സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമായിരുന്നു ദിലീപ്. അടുത്തിടെയാണ് അദ്ദേഹത്തിന് സത്യജിത് റേ പുരസ്കാരം ലഭിച്ചത്. നിരവധി ടെലിവിഷൻ പരമ്പരകളിലും അതുപോലെ തന്നെ ചാപ്പാക്കുരിശ, നോർത്ത് 24 കാദം എന്നീ സിനിമകളിലും അദ്ദേഹം വേഷമിട്ടിട്ടുണ്ട്. സീരിയൽ ഷൂട്ടിന്റെ ഭാഗമായി 4 ദിവസം മുൻപാണ് ദിലീപ് ശങ്കർ തിരുവനന്തപുരത്ത് എത്തിയത്. 2 ദിവസം ഷൂട്ടിങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ 2 ദിവസം ഷൂട്ടിംഗ് ഇല്ലാതിരുന്നതിനാൽ തന്നെ ഹോട്ടൽ മുറിയിൽ കഴിയുകയായിരുന്നു. ഇതിനിടെയാണ് സീരിയലിന്റെ പ്രൊഡക്ഷൻ വിഭാഗം അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടത്. ഫോണിൽ കിട്ടാതെ വന്നതോടെ പ്രൊഡക്ഷൻ വിഭാഗത്തിൽ നിന്നുള്ളവർ നേരിട്ടെത്തുകയായിരുന്നു. ഹോട്ടൽ അധികൃതർ പരിശോധനയ്ക്കെത്തിയപ്പോൾ മുറിയിൽ നിന്ന് ദുർഗന്ധം വമിച്ചിരുന്നു. തുടർന്ന് മുറിയിൽ നടത്തിയ പരിശോധനയിലാണ് മരിച്ചു കിടക്കുന്ന നിലയിൽ ദിലീപ് ശങ്കറിനെ കാണുന്നത്. തുടർന്ന് കന്റോൺമെന്റ് പോലീസിനെ വിവരമറിയിച്ചു. അസ്വാഭാവികമായി ഒന്നുമില്ല എന്നാണ് പോലീസും രേഖപ്പെടുത്തിയത്. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.